ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാമല്ലോ. സെയിം ഇതേപോലെ തന്നെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? തേർഡ് ടേം 2 ആണ്. അതുപോലെ ഫിഫ്ത്ത് ടേം 3 ആണ്. സിമ്പിളായിട്ടുള്ള ചെറിയ നമ്പേഴ്സാണ്, പക്ഷെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകുന്ന രണ്ട് നമ്പേഴ്സാണ് കേട്ടോ. സോ അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ നോക്കി തേർഡ് ടേമിൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്? 3യുടെ കൂടെ 2 കൂട്ടുമ്പോൾ. സോ ഞാൻ എഴുതി x3 പ്ലസ് 2d ഈസ് ഈക്വൽ ടു x5 എന്ന് എഴുതി. x3 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 2 ആണ്. പ്ലസ് 2d ഞാൻ അതുപോലെ തന്നെ എഴുതി, d കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. x5 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സോ ഞാനിതിനെ 2വിന് എന്ത് ചെയ്യാണ്? അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. 2വിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? 2d ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 അങ്ങോട്ട് വരുമ്പോൾ എന്താവും? -2 ആവും. 3 - 2 എന്നാവും. ഓക്കെ, അപ്പോൾ സോ 2d ഈസ് ഈക്വൽ ടു 3 - 2 എത്രയാണ്? 1 ആണ് അല്ലേ? 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. ഓക്കെ, ഇനി d കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2വിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇൻറ്റു ഉള്ളത് ഡിവൈഡ് ആയിട്ട് മാറും. സോ d ഈസ് ഈക്വൽ ടു 1/2. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയേ? 1/2 എന്നാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ 1/2 ഇങ്ങനെ കൂട്ടി കൂട്ടി പോകാൻ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ചിട്ടാച്ചെങ്കിൽ ആൻസർ തെറ്റും. ഓക്കെ, നമുക്കിവിടെ തന്നേക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും നമുക്ക് തന്നിട്ടില്ല. മൂന്നാമത്തെ ടേം 2 തന്നിട്ടുണ്ട്. നാലാമത്തെ ടേം തന്നിട്ടില്ല. അഞ്ചാമത്തെ ടേമും 3 തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കോമൺ ഡിഫറൻസ് ഹാഫ്. ഡയറക്റ്റ് എന്ത് ചെയ്ത് പോയാൽ മതി? ആഡ് ചെയ്ത് പോയാൽ മതി അല്ലേ? 2ൻ്റെ കൂടെ d ആഡ് ചെയ്യുമ്പോൾ, അതായത് ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 2.5 കിട്ടും, മറ്റത് 3 കിട്ടും. ഓക്കെ, ഇവിടുന്ന് d കുറയ്ക്കുമ്പോൾ 2ൽ നിന്ന് d കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 1.5 കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഒരു ഹാഫ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. ഇങ്ങനെയാണത്. ഓക്കെ, പക്ഷേ കുറച്ചും കൂടെ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അത് ഞാൻ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുന്നത്. അപ്പോൾ ചേഞ്ച് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും ഉത്തരം കിട്ടുന്നത്. സോ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം എന്താ പറയുക, മൂന്നാമത്തെ ടേം 2 അറിയാം. സോ x3യുടെ കൂടെ ഒരു d കൂട്ടുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? x4 കിട്ടുന്നത് അല്ലേ? x4. ഓക്കെ, x3 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. പ്ലസ് ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത്? x4. 2 പ്ലസ് ഹാഫ് 2, 1/2 ആണ്. അതിനെങ്ങനെ എഴുതുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം. രണ്ടും ഒരെണ്ണം നമ്പറും ഒരെണ്ണം ഫ്രാക്ഷനുമാണ്. ഇതെങ്ങനെ ആഡ് ചെയ്യാം? അതായത് ഈ 2ൻ്റെ അടിയിൽ ഡിനോമിനേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? ഇവിടെ 1 കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 2 × 2 ചെയ്യണം, പ്ലസ് ഈ നടുവിലെ സൈൻ ഇടണം. അത് കഴിഞ്ഞിട്ട് 1 × 1 ചെയ്യണം. ഈ മുകളിൽ കിടക്കുന്നതും ഈ താഴെ കിടക്കുന്നതും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ സൈൻ ഇടണം. എന്നിട്ട് ഈ 1 × 2 ചെയ്യണം. ഓക്കെ, ഞാൻ താഴെ എഴുതാണ്. ആദ്യം ഇത് 2 ഓക്കെ, 2 × 2 പ്ലസ് ഇനി അടുത്തത് ഇത് 2. ഓക്കെ, 1 × 1 ഡിവൈഡഡ് ബൈ 1 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x4 കിട്ടും. സോ 2 × 2 4, 4 പ്ലസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 2 2 ഈക്വൽ ടു എത്ര കിട്ടും? 5/2 എന്ന് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? x4 എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 2 ആണല്ലോ കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണോ? അല്ല, രണ്ടും സെയിം ആണ്. എങ്ങനെ കണ്ടുപിടിക്കുക? 2 1/2 എന്ന് പറയുമ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ആക്കുമ്പോൾ എങ്ങനെ കിട്ടും? 2 × 2 ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 2 × 2 4, 4 ഇത് കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 4 + 1 എത്ര കിട്ടും? 5 കിട്ടും. അതായത് ന്യൂമറേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതിൽ മിക്സഡ് ഫ്രാക്ഷനിൽ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററും ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പറും കൂടെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. സോ 2 × 2 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ മുകളിൽ കിടക്കുന്ന നമ്പർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 2, 4 + 1 5. അതിനെന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? അതേ നമ്പർ ഇട്ട് കൊടുക്കുക. 5/2 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, സോ 5/2 ഈസ് ഈക്വൽ ടു ആണ് എന്തെന്ന് പറയുന്നത്? 1/2 എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ നമുക്ക് വേണ്ട? x5 ആ വേണ്ടത് അല്ലേ? x5 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടാം? x4ൻ്റെ കൂടെ ഞാൻ എന്ത് കൂട്ടണം? d കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? x5 കിട്ടും. x4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5/2 ആണ് കിട്ടി. പ്ലസ് d എന്ന് പറയുന്നത് എന്താ? 1/2 ആണ്. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x5 കിട്ടും. ഇവിടെ നോക്കിക്കേ, നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ രണ്ടിനും എന്താണ്? സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഡയറക്റ്റ് ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ അതേപോലെ ഇട്ട് കൊടുക്കുക. സോ 5 + 1/2 എന്ന് കിട്ടും.
ഈസ് ഈക്വൽ ടു x5 എന്ന് കിട്ടും. 5 + 1 എന്ന് പറയുന്നത് 6 ആണ്. 6/2 ഈസ് ഈക്വൽ ടു x5. 6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. സോ x5 ഈസ് ഈക്വൽ ടു 3. അത് തന്നെയല്ലേ നമുക്ക് തന്നേക്കുന്നത്? ഓക്കെ, അത് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. സോ സെക്കൻഡ് ടേം കിട്ടുന്നത് എങ്ങനെയാണ്? x2 കിട്ടുന്നത് എങ്ങനെയാണ്? x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x3യിൽ നിന്ന് x3 മൈനസ് ഡി ആണ് എന്തെന്ന് പറയുന്നത്? x2. x3 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. മൈനസ് ഡി എന്ന് പറയുന്നത് 1/2 ആണ്. ഇസ് ഈക്വൽ ടു x2. ഇവിടെ നോക്കി നേരത്തെ അതേപോലെ ഒരു ഫ്രാക്ഷൻ്റെ അടിയിൽ ഒരു ഫ്രാക്ഷനും ഒരെണ്ണം നമ്പറുമാണ്. സോ അതിൻ്റെ അടിയിൽ ഞാൻ എന്തിട്ട് കൊടുത്തു? 1 എന്നിട്ട് കൊടുത്തു. വെറുതെ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ നമ്മൾ എന്തിട്ട് കൊടുക്കാം? 1 എന്ന് പറയുന്ന സംഖ്യ ഇട്ട് കൊടുക്കുക. എന്താക്കാൻ വേണ്ടിയിട്ട്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 മൈനസ് 1 × 1. മൈനസ് സൈനാണ്. നേരത്തെ അവിടെ പ്ലസ് ആയിരുന്നു, അവിടെ മൈനസ് ആണ്. സോ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 × 2. ഓക്കെ ആണല്ലോ. 2 × 2 എത്ര കിട്ടും? 4. മൈനസ് 1 × 1 എത്ര കിട്ടും? 1. ഡിവൈഡഡ് ബൈ 1 × 2 2 എന്ന് കിട്ടും. 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 3/2. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? x2 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ x2 എന്ന് പറയുന്നത് 3/2 എന്ന് കിട്ടി. ഇനി ഇതുപോലെ x1 കണ്ടുപിടിക്കണം. x1 എങ്ങനെ കണ്ടുപിടിക്കാം? x1 കണ്ടുപിടിക്കണമെങ്കിൽ x2ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? d മൈനസ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? x1 കിട്ടും. ഓക്കെ ആണല്ലോ. സോ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. ആ കോഡ് ആലോചിച്ചോളൂ കേട്ടോ. ഇവിടെ x2 എന്ന് പറയുന്നത് നമ്മൾ 3/2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മൈനസ് d എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ഈസ് ഈക്വൽ ടു x1 കിട്ടും. ഇപ്പോൾ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഡയറക്റ്റ് ചെയ്താൽ മതി. 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു x1. 3 മൈനസ് 1 എത്ര കിട്ടും? 2 ആണ്. 2/2 ഈസ് ഈക്വൽ ടു x1 എന്ന ആൻസർ കിട്ടും. സോ 2/2 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. x1 ഈസ് ഈക്വൽ ടു 1 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ സീക്വൻസ് എങ്ങനെയാണ്? സീക്വൻസ് ഈസ് ആദ്യത്തെ ഫസ്റ്റ് 1 ആണ്, അടുത്തത് 3/2 ആണ്, അടുത്തത് 2 ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5/2 ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 3 ആണ് അല്ലേ? സോ 1, 2, 3യുടെ ഇടയിൽ ഓരോ ഫാക്ടേഴ്സും കൂടെ വന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫിഫ്ത്ത് ടേം 8ഉം ആൻഡ് 9th ടേം 10ഉം ആണ്. ഓക്കെ, സോ ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് കിട്ടുന്നത്? 4d ആണ് അല്ലേ? സോ ഫിഫ്ത്ത് ടേമിന് ഞാൻ x5 എന്ന് എഴുതി, പ്ലസ് 4d ഈസ് ഈക്വൽ ടു x9 എന്ന് കിട്ടും. ഓക്കെ, സോ x5 എന്ന് പറയുന്നത് ഇവിടെ എത്ര? 8 ആണ്. പ്ലസ് 4d ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. x9 10 അല്ലേ? ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ 8ന് പുറത്തോട്ട് കൊണ്ടുപോകും. ബാക്കി എന്ത് കിട്ടും? 4d ഈസ് ഈക്വൽ ടു 10 മൈനസ് 8 എന്ന് കിട്ടും. ഓക്കെ, സോ 4d ഈസ് ഈക്വൽ ടു 10 മൈനസ് 8 എത്ര കിട്ടും? 2 കിട്ടും. d ഈസ് ഈക്വൽ ടു 2. ഈ 4ന് പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡ് ആയിട്ട് മാറും. സോ d ഈസ് ഈക്വൽ ടു 2/4. അതായത് d ഈസ് ഈക്വൽ ടു അതിനൊന്നുകൂടെ ഷോർട്ടാക്കി നമുക്ക് എന്ത് കിട്ടും? 1/2. നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ കിട്ടും. 1/2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിവിടെ തന്നേക്കുന്നത് നോക്കിയാൽ ഫിഫ്ത്ത് ടേം തന്നേക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ 4 ടേം കണ്ടുപിടിക്കണം അല്ലേ? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. അഞ്ചാമത്തെ എത്രയും തന്നിട്ടുണ്ട്? 8 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഡി കുറയ്ക്കുക. ഡി കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? അതിൽ നിന്ന് വീണ്ടും ഡി കുറച്ച് അടുത്ത് കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഡി കുറയ്ക്കുക. അങ്ങനെ ഡി കുറച്ചാൽ പോകുന്നത്. ഇവിടെ കൂട്ടേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താ? നമ്മളോട് ആദ്യത്തെ 4 ടേമുകൾ കണ്ടുപിടിക്കാൻ വേണം. ബാക്കിലോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ x5 അടുത്തത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x4 കണ്ടുപിടിക്കണം. സോ x5ൽ നിന്ന് ഡി കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? x4 കിട്ടും. x5 എന്ന് പറയുന്നത് എത്രയാ? 8 ആണ്. 8 അല്ലേ? ആ ഓക്കെ, 8 ആണ്. മൈനസ് ഡി എന്ന് പറയുന്നത് 1/2 ആണ്. ഇസ് ഈക്വൽ ടു x4 കിട്ടും. നേരത്തെ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ഇനി ഞാൻ പറയണ്ടല്ലോ, ചെയ്യട്ടെ. ഓക്കെ, 8 × 2 8 × 2 മൈനസ് 1 × 1 1 × 1 ഡിവൈഡഡ് ബൈ 1 × 2. മനസ്സിലാവാത്തവരൊന്നുകൂടെ നോക്കിക്കേ. ആദ്യം ഈ 8ഉം ഈ 2ഉം കൂടെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. മൈനസ് ഈ 1ഉം കൂടെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 1ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ 8 ഇതാണ് എന്തെന്ന് പറയുന്നത്? x4 എന്ന് പറയുന്നത്. ഓക്കെ, 8 × 2 16 മൈനസ് 1 × 1 1 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 1 × 2 2 എന്ന് ആൻസർ കിട്ടും. സോ സിക്വൽ ടു 15/2. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? x4 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ,
ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x3 കണ്ടുപിടിക്കണം. x3 കണ്ടുപിടിക്കണം. x4ന് എന്ത് കുറച്ചാൽ മതി? ഡി കുറച്ചാൽ മതി. സോ x4 മൈനസ് ഡി ആണ് എന്തെന്ന് പറയുന്നത്? x3. x4 എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 15/2 മൈനസ് ഡി എന്ന് പറയുന്നത് 1/2 ഇസിക്വൽ ടു x3 കിട്ടും. സോ ഇത് നോക്കിയ ഡിനോമിനേറ്റർ സെയിം അല്ലേ? സോ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഞാൻ എഴുതുകയാണ് 15 മൈനസ് 1/2. ഇനി ഇതിനും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രശ്നമൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇച്ചിരി വലിയ നമ്പർ കിട്ടും, അതിനൊന്നും ഷോർട്ട് ആക്കേണ്ടി വരുന്നു മാത്രം. ഓക്കെ, ഒരു 32/2 4 സംതിങ് കിട്ടും. അതിനൊന്നും ഷോർട്ട് ആക്കുമ്പോൾ നമ്മൾ സെയിം ആൻസർ കിട്ടും. പക്ഷെ അവിടെ ആണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം? ലാഭിക്കാം. ഓക്കെ, സോ 15 മൈനസ് 1 എത്ര കിട്ടും? 14/2 ഇസിക്വൽ ടു x3. 14/2 എത്രയാണ്? 7 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? x3 കണ്ടുപിടിക്കണം അല്ല, x3യിൽ നിന്ന് ഡി കുറച്ച് x2 കണ്ടുപിടിക്കണം. ഓക്കെ, സോ x3 മൈനസ് ഡി ഈസ് ഈക്വൽ ടു x2. x3 എന്ന് പറയുന്നത് എത്രയാണ്? ഈ 7 എടുക്കണേക്കാൾ നല്ലത് 14/2 എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാം. 14/2 മൈനസ് 1/2. 14/2 തന്നെയാണല്ലോ 7 എന്ന് പറയുന്നത്. സോ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x2 കിട്ടും. 14 മൈനസ് 1 എത്രയാണ്? 13 ആണ്. 14 മൈനസ് 1 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് സെയിം ഡിനോമിനേറ്റർ തന്നെ എഴുതി അല്ലേ? ഈക്വൽ ടു x2 എന്ന് കിട്ടും. 14 മൈനസ് 1 എത്ര കിട്ടും? 13/2 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിനെ ഷോർട്ട് ആക്കാൻ പറ്റുമോ? ഷോർട്ട് ആക്കാൻ പറ്റില്ല. കാരണം എന്താ? മുകളിൽ ഓഡ് നമ്പറും താഴെ ഈവൻ നമ്പറും രണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കണം? x1 കണ്ടുപിടിക്കണം അല്ലേ? x2ൽ നിന്ന് ഡി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? x1 കിട്ടും. സോ x2 എന്ന് പറയുന്നത് 13/2 മൈനസ് ഡി എന്ന് പറയുന്നത് 1/2 ഈസ് ഈക്വൽ ടു x1. 13 രണ്ട് സെയിം ഡിനോമിനേറ്റർ ഉണ്ട്, നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ 13 മൈനസ് 1/2 ഈസ് ഈക്വൽ ടു x1 കിട്ടും. 13 മൈനസ് 1 12/2 ഈസ് ഈക്വൽ ടു x1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 12/2 എത്രയാണ്? 6 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ആ സീക്വൻസ് എഴുതുമ്പോൾ സീക്വൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 6, സെക്കൻഡ് ടേം 13/2, തേർഡ് ടേം ഏതാം 7, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15/2, ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എത്രയാവും? 8 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 6, 7, 8 അതിൻ്റെ ഇടയിൽ ഓരോ ടേംസ്. ഓക്കെ ആണല്ലോ? ആ സാധനം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.